പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് നാം വിചിന്തനത്തിനായി എടുത്തിരിക്കുന്ന തിരുവചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 2-ാം തിരുവചനമാണ്. ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരുകല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. കരുണാനിധിയും ദയാസമ്പന്നനുമായ യേശുവിൽ നിന്നും യാതൊരു ദാക്ഷിണ്യവും കാണിക്കാത്ത ഈ തിരുവചനം കേൾക്കുമ്പോൾ നാം അത് ഗൗരവത്തിൽ നമ്മെ തന്നെ ആത്മശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ദുഷ്പ്രേരണ നൽകുന്നവൻ ഒരിക്കലും കടലിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം അവൻ്റെ കഴുത്തിൽ തിരുകല്ല് കെട്ടി കടലിൽ എറിയപ്പെടണമെന്നാണ് യേശു പറയുന്നത്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യമാണ്. എന്നാൽ ആരുമൂലം ദുഷ്പ്രേരണകൾ ഉണ്ടാകുന്നുവോ അവന് ദുരിതം. ദുഷ്പ്രേരണകൾ നൽകുന്നതിനേക്കാൾ നല്ലത് അവൻ്റെ കഴുത്തിൽ തിരുകല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. കാരണം ദുഷ്പ്രേരണകൾ മൂലം അനേകം ആത്മാക്കൾ നശിച്ചു പോകാൻ ഇടയാകുന്നുണ്ട്. വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ ഇപ്രകാരമാണ് നാം കാണുന്നത്: നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന്. ഒരാത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിന് വേണ്ടി ഉള്ളതാണ്. അത് സാത്താന് കൊടുക്കാനുള്ളതല്ല. ദുഷ്പ്രേരണകൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ദുഷ്പ്രേരണയ്ക്ക് ആര് കാരണമാകുന്നുവോ അവർ അനേകം ആത്മാക്കൾക്ക് നാശം ഉണ്ടാക്കുകയാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് അവരെ തിരുകല്ല് കെട്ടി കഴുത്തിൽ തിരുകല്ല് കെട്ടി കടലിൽ എറിയപ്പെടണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3:16 ഇപ്രകാരമാണ് നാം കാണുന്നത്: അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി ദൈവം തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പോൾ യേശുവിൻ്റെ തിരുരക്തത്താൽ വിലക്കി വാങ്ങപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ആ നമ്മെ നാശത്തിലേക്ക് വിടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മെ ദൈവത്തോടൊപ്പം ആക്കുവാൻ വേണ്ടിയാണ് നമ്മെ ദൈവം ഓരോ സഹനത്തിലൂടെ ഓരോ സാഹചര്യങ്ങളിലൂടെ ശുദ്ധി ചെയ്ത് കൊണ്ടുവരുന്നത്. ആ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. യേശുവിൻ്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട മനുഷ്യരെ നാശത്തിലേക്ക് നയിക്കുന്നത് വലിയ പാപമാണ്. ജീവൻ്റെ ഗ്രന്ഥത്തിൽ അവൻ്റെ പേര് ഉണ്ടായിരിക്കുകയില്ല. അവൻ നിത്യ നരകത്തിൽ പതിക്കുകയും ചെയ്യും. നാം പാപം ചെയ്ത് അനുതപിക്കാതെ ജീവിക്കുമ്പോഴും മറ്റുള്ളവരെ നാശത്തിലേക്ക് നയിക്കുമ്പോഴും നാം എത്തിച്ചേരുന്നത് നരകാഗ്നിയിലാണെന്ന് നാം അറിഞ്ഞിരിക്കണം. വെളിപാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ ജീവൻ്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെടും എന്ന് തിരുവചനം പറയുന്നുണ്ട്. നാം ചിന്തിക്കേണ്ടത് ജീവൻ്റെ ഗ്രന്ഥത്തിൽ നമ്മുടെ പേരുകൾ എഴുതപ്പെടാത്തത് എപ്പോഴാണ്? നാം പാപം ചെയ്ത് ജീവിക്കുമ്പോഴും നമ്മുടെ സംസാരം വഴിയോ പ്രവർത്തനം വഴിയോ ജീവിത രീതി വഴിയോ മറ്റുള്ളവർക്ക് ദുഷ്പ്രേരണകൾ നൽകുമ്പോഴും അവരെ നാശത്തിലേക്ക് നയിക്കുമ്പോഴും ജീവൻ്റെ ഗ്രന്ഥത്തിൽ നമ്മുടെ പേര് ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ നാം എത്തിച്ചേരുന്നത് അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനാൽ പാപം ചെയ്യാതിരിക്കാനും മറ്റുള്ളവരെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കാതിരിക്കാനും ദുഷ്പ്രേരണകൾ കൊടുക്കാതിരിക്കാനുമാണ് നാം അനുദിനം ശ്രദ്ധിക്കേണ്ടത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.